സമയം വൈകുന്നേരം 4 മണിയോടടുക്കുന്നു. അങ്കണവാടി പൂട്ടി ഐഡാമ ടീച്ചർ ഇറങ്ങുകയാണ്. പക്ഷേ സ്വന്തം വീട്ടിലേക്കല്ല, ചുമതലയുള്ള വീടുകൾ കയറിയിറങ്ങാൻ. എല്ലാവരും എപ്പോഴും ശുചിത്വം പാലിക്കുക, തിളപ്പിച്ചറിയ വെള്ളം കുടിക്കുക, കുഞ്ഞുങ്ങളെ എപ്പോഴും കൈകാലുകളൊക്കെ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ഇത് എന്നേക്കാൾ അറിയാവുന്ന ഒരു കക്ഷിയാണെങ്കിൽ കൂടെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുവാണ്. 3:45 സെൻറ്റർ അടച്ചു കഴിയുമ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇറങ്ങി. ഒരു 5 വീടൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യും. അവർക്ക് വേണ്ടുന്ന പൊതുവായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് വുമൺ, ലാക്ടേറ്റിംഗ് വുമൺ, പിന്നെ ഏജ്, പിന്നെ വാർദ്ധക്യമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ നമ്മൾ മിക്കവാറും വിസിറ്റ് ചെയ്യണം. കൗമാരക്കാരായ പെൺകുട്ടികളുള്ള വീടുകളിലൊക്കെ നമ്മൾ നിത്യസന്ദർശകരായിട്ട് തന്നെ നിൽക്കുവാണ്. കാരണം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ പോക്ക് വെച്ച് നമ്മൾ അവർക്ക് നല്ല ബോധവൽക്കരണ ക്ലാസ്സൊക്കെ കൊടുക്കണം. വീടുകൾ കയറിയിറങ്ങി സ്വന്തം വീട്ടിലെത്തുമ്പോഴേക്കും ഇരുട്ട് പടർന്നിരിക്കും. മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും ഇതാണ് അവസ്ഥ. രാവിലെ വീട്ടിൽ നമ്മൾ ഉണരുമ്പോൾ തന്നെ സെൻറ്ററിൽ ഇന്ന കാര്യങ്ങൾ ഇന്നുണ്ട്. ഇതെല്ലാം ഓർത്തിട്ടാണ് നമ്മുടെ സ്വന്തക്കാരുടെയോ മറ്റുള്ളവർ ഓരോരുത്തരുടെയോ ഒരു നല്ല സന്തോഷകരമായ കാര്യത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ വന്ന് കയറിക്കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും വീട്ടിൽ പോയാലും ഞങ്ങളോട് ഓഫീസർമാർ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്മളുടെ ഫോണാണ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങേണ്ടതെന്ന്. കാരണം എപ്പോഴും ഫോണിൽ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുക. നടന്ന് പലരുടെയും മുട്ടുതേഞ്ഞു. അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം കുറച്ച് ഉള്ളത് തന്ന് എത്രയും വേഗം പറഞ്ഞു വിടണമെന്ന മനോനിലയിലേക്ക് മിക്കവരും എത്തി. പുറത്തുനിന്ന് നോക്കുമ്പോൾ കുട്ടികളെയും വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമെന്ന് മാത്രം തോന്നുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നല്ല ചെറുപ്രായത്തിലൊക്കെ ജോലിക്ക് കയറി നല്ല രോഗബാധിതരായി വെറും കൈയോടെ ഇറങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ അംഗനവാടി എന്ന് പറയുന്നത്. കാര്യം നമ്മൾക്ക് നാളേക്കൊരു മുതൽക്കൂട്ടെന്ന് പറയാൻ ഇതിലൊന്നുമില്ല. നമ്മളിൽ നിന്ന് പിടിച്ച പൈസ പോലും നമ്മൾക്ക് തിരികെ തരാത്ത ഒരവസ്ഥ. പരസ്പരം പഴിചാരി തടി തപ്പുകയല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ടത്. പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ അംഗനവാടി ജീവനക്കാർക്കും നൽകണം. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.